ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം, നൂറ്റവരുടെ ജനനം. ഇതിനിടയ്ക്ക് ഗാന്ധാരിക്ക് 100 പുത്രന്മാരുണ്ടായി. അതിലേറ്റവും മൂത്തത് ദുര്യോധനനായിരുന്നു. അവനും ഭീമനും ഒരേ ദിവസമാണ് ജനിച്ചത്. ഗാന്ധാരിക്ക് 100 പുത്രന്മാർ ജനിക്കാൻ ഇടയായത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. കുന്തി യുധിഷ്ഠിരനെ ഗർഭം ധരിക്കുന്നതിന് 1 വർഷം മുമ്പ് ഒരു ദിവസം വേദവ്യാസൻ ഹസ്തിനപുരിയിലെത്തി. കൊട്ടാരത്തിൽ വന്ന ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും കണ്ടു. വ്യാസനെ ഗാന്ധാരി വേണ്ടവിധം സൽക്കരിച്ചു, സന്തോഷിപ്പിച്ചു. അദ്ദേഹം അവരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഭർത്താവിൽ നിന്ന് 100 പുത്രന്മാർ ഉണ്ടാകട്ടെ. ഗാന്ധാരി ഗർഭം ധരിച്ചു. ആ ഗർഭം 2 വർഷത്തോളം അവൾ കൊണ്ടു നടന്നു. എന്നിട്ടും പ്രസവിച്ചില്ല. അവർക്ക് വിഷാദമായി. അപ്പോഴാണ് കുന്തിക്ക് രാജസപ്രഭാവനായൊരു പുത്രൻ ജനിച്ചു എന്നുള്ള വിവരം ഗാന്ധാരി അറിഞ്ഞത്. ഗാന്ധാരി തൻ്റെ വയറ്റിന് ഹേമദണ്ഡം ഉണ്ടാകത്തക്ക വിധത്തിൽ മർദ്ദിച്ചു. അപ്പോൾ ഇരുമ്പിൻ കിട്ടം പോലെ ഒരു മാംസപിണ്ഡത്തെ അവൾ പ്രസവിച്ചു. ഈ വൃത്താന്തം മനസ്സിലാക്കിയ വ്യാസൻ അവിടെ എത്തി. ഗാന്ധാരി കാട്ടിയ അവിവേകത്തെ കുറ്റപ്പെടുത്തി. ഗാന്ധാരി പറഞ്ഞു, കുന്തി ഒരു പുത്രനെ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. 2 വർഷത്തോളമായിട്ടും പ്രസവിക്കാതെ കട്ടിയായിരുന്ന വയറ്റിൽ ഞാൻ മർദ്ദിച്ചു. ഈ മാംസക്കട്ടയെയാണ് പ്രസവിച്ചത്. 100 മക്കൾ ഉണ്ടാകുമെന്നാണല്ലോ ഭഗവാൻ പറഞ്ഞത്. വ്യാസൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ വാക്ക് ഒരിക്കലും തെറ്റുകയില്ല. ഉടൻ തന്നെ 100 കുടങ്ങൾ തയ്യാറാക്കി അതിൽ നെയ്യ് നിറയ്ക്കുക. മാംസക്കട്ട തണുത്ത വെള്ളം കൊണ്ട് കഴുകി അതിൽ വെക്കുക. വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ ആ മാംസക്കട്ട 100 തകർന്നു. പെരുവിരൽ തുമ്പിൽ പറ്റിപ്പിടിച്ചിരുന്ന ഒരു ചെറിയ കഷ്ണം ഉൾപ്പെടെ ആകെ 101 കഷ്ണങ്ങളായി. 100 സ്വർണ്ണക്കുടങ്ങളിലായി മാംസക്കട്ടയുടെ കഷ്ണങ്ങൾ നിറയ്ക്കുമ്പോൾ ഗാന്ധാരി വിചാരിച്ചു, എനിക്കൊരു പുത്രി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് മനോദൃഷ്ട്യാ വ്യാസൻ മനസ്സിലാക്കി. 100 കുടങ്ങൾ നിറച്ചു കഴിഞ്ഞപ്പോൾ ശേഷിച്ച ചെറിയ കഷ്ണം മറ്റൊരു കുടത്തിൽ നിറച്ചു. 101 കുടങ്ങളും ഭദ്രമായി സൂക്ഷിച്ചു വെക്കാൻ ഏർപ്പാട് ചെയ്തു. വ്യാസൻ പറഞ്ഞു, മത്സ്യേ, നീ ഇനിയും അവിവേകമൊന്നും കാട്ടരുത്. നിനക്കൊരു പുത്രി വേണമെന്ന് നീ ആശിച്ചില്ലേ? 101ാമത്തെ കുടത്തിൽ നിന്ന് നിനക്ക് ഒരു പുത്രിയെ ലഭിക്കും. വ്യാസൻ അപ്രത്യക്ഷനായി. ഗാന്ധാരിക്ക് സമാധാനവുമായി. കുന്തി ഭീമസേനനെ പ്രസവിച്ചതിൻ്റെ തലേ ദിവസം രാത്രിയിൽ 1ാമത്തെ കുടം പൊട്ടി 1ാമത്തെ പുത്രനായ ദുര്യോധനൻ പിറന്നു. അതിനുശേഷം ഒരു ദിവസം ഒരു കുടം എന്ന കണക്കിന് മറ്റു കുടങ്ങളെല്ലാം പൊട്ടി ഓരോ കുഞ്ഞു പിറന്നു. അങ്ങനെ 100 പുത്രന്മാർ ഉണ്ടായി. 101ാമത്തെ കുടത്തിൽ നിന്ന് പിറന്നത് ഒരു പുത്രിയായിരുന്നു. ദുര്യോധനൻ്റെ ജനനസമയത്ത് പല ദുർനിമിത്തങ്ങളും കാണുകയുണ്ടായി. ഭയങ്കരമായി കൊടുങ്കാറ്റ് വീശി, ദിക്കുകളിലൊക്കെ അഗ്നി കത്തിജ്വലിച്ചു, അനവരസത്തിൽ കുറുക്കന്മാർ ഊരിയിട്ടു, അപ്രതീക്ഷമായി ഇടിയും മിന്നലും ഉണ്ടായി. ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ ഭീഷ്മവിതുരന്മാരെയും മറ്റു വിപ്രന്മാരെയും വരുത്തി അവരോട് ചോദിച്ചു, നമ്മുടെ വംശത്തിൽ യുധിഷ്ഠിരനാണ് രാജപുത്രരിൽ മൂത്തവൻ. അവൻ രാജാവാകും, സംശയമില്ല. അവന് ശേഷം ഇവൻ രാജാവാകുമോ? രാജാവ് ഇപ്രകാരം ചോദിച്ച സമയത്തും അശുഭകരമായ പല ദുർനിമിത്തങ്ങളും കാണുകയുണ്ടായി. തന്മൂലം വിതുരനും വിപ്രന്മാരും പറഞ്ഞു, ഘോരമായ ദുർനിമിത്തങ്ങൾ കാണുകയാൽ ഇവൻ ഈ കുലവും നാടും മുടുകിവെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവനെ ഉടനെ ഉപേക്ഷിക്കണം. ശേഷിച്ച 99 പുത്രന്മാരെ കൊണ്ട് ഭഗവാൻ തൃപ്തനാകണം. ധർമ്മം നോക്കുമ്പോൾ ഒരു കുലത്തിനു വേണ്ടി ഒരുത്തനെ ഉപേക്ഷിക്കാം, ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഗ്രാമം ഉപേക്ഷിക്കാം, ഒരു ആത്മാവിന് വേണ്ടി ഭൂമി തന്നെ ഉപേക്ഷിക്കാം. എന്നാൽ പുത്രസ്നേഹം മൂലം ധൃതരാഷ്ട്രൻ അവരുടെ ഉപദേശം സ്വീകരിച്ചില്ല. ഇനി യുയുത്സു. ഗാന്ധാരി ഗർഭിണിയായി അവശതയിലായിരുന്ന 2 വർഷക്കാലം ധൃതരാഷ്ട്രരെ ശുശ്രൂഷിച്ചിരുന്നത് ഒരു വൈശ്യ സ്ത്രീയായിരുന്നു. പ്രസ്തുത സ്ത്രീയിൽ ധൃതരാഷ്ട്രന് ഒരു പുത്രനുണ്ടായി. അവൻ്റെ പേര് യുയുത്സു എന്നായിരുന്നു. അവൻ എക്കാലവും അച്ഛനെ പരിചരിച്ചും ശുശ്രൂഷിച്ചും കൊണ്ട് അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അവസാനം മഹാഭാരത യുദ്ധം ആരംഭിക്കുമ്പോൾ യുയുത്സു ദുര്യോധന പക്ഷത്തു നിന്ന് മാറി യുധിഷ്ഠിരനോട് ചേർന്നു. ദുര്യോധന് സുയോധനൻ എന്നുകൂടി പേരുണ്ടായിരുന്നു. അവൻ്റെ അനുജന്മാർക്ക് ദുശാസനൻ, ദുർമുഖൻ, ജലസന്ധൻ, സഹൻ, സാമ്പൻ, വിന്ദൻ, ദുഷ്പ്രഹസൻ, ദുർമദൻ, ദുഷ്കർണൻ, വികർണൻ, ദുഷ്പ്രദർശൻ തുടങ്ങിയ പേരുകളാണ് ഉണ്ടായിരുന്നത്. 101ാമതായിട്ട് ജനിച്ച പുത്രിക്ക് ദുശ്ശള എന്നു പേരിട്ടു. ഇനി പാണ്ഡുവിൻ്റെ മരണം. ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർക്ക് 100 പുത്രന്മാർ ഉണ്ടായ വിവരം അറിഞ്ഞപ്പോൾ പാണ്ഡു സന്തോഷിച്ചു. കുന്തിക്കും സന്തോഷമായി. അവളും ഗാന്ധാരിയും ഉറ്റ സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നു. പാണ്ഡു തൻ്റെ 5 പുത്രന്മാരും ഒരുമിച്ച് ശതശൃംഗത്തിൽ തന്നെ തുടർന്നും താമസിച്ചു വന്നു. ഒരു വസന്തകാലത്ത് പാണ്ഡു മാദ്രിയുമൊത്ത് വനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. പരിമളം പരത്തുന്ന പുഷ്പങ്ങളും
അതിൽ നിന്ന് മധു ഉണ്ണാനായി നടക്കുന്ന മധുവന്മാരും സംഗീത സാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പക്ഷികളുടെ കളകൂജനവും മറ്റും കാണുകയും അനുഭവിക്കുകയും ചെയ്തപ്പോൾ പഞ്ചബാണ ശരമേറ്റു വിവശനായ പാണ്ഡു തന്നോടൊപ്പം ഉണ്ടായിരുന്ന മാതിരിയിൽ ആസക്തനായി അവളെ പ്രാപിച്ചു. മുനിയുടെ ശാപമോർത്ത് അദ്ദേഹത്തെ അതിൽ നിന്നും വിലക്കുന്നതിന് മാതിരി ക്ഷമിച്ചുവെങ്കിലും രാജാവ് ആഗ്രഹനിവൃത്തി വരുത്തുക തന്നെ ചെയ്തു. പാണ്ഡു മുനിശാപത്തെപ്പറ്റി ചിന്തിച്ചില്ല. വിധി അദ്ദേഹത്തിൻ്റെ ജീവനെ അതിൻ്റെ കരങ്ങളാൽ അമർത്തി. പാണ്ഡു കാലധർമ്മം പ്രാപിച്ചു. പ്രാണൻ പോയ രാജാവിനെ കെട്ടിപ്പിടിച്ച് മാതിരി വാവിട്ട് കരഞ്ഞു. കുന്തി ഇത് കേട്ട് ഓടിയെത്തി. തൻ്റെ പ്രിയതമൻ മരിച്ചു കിടക്കുന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. ഭർത്താവിനോടൊപ്പം ചിതയിൽ ചാടി മരിക്കുന്നതിന് തയ്യാറായ കുന്തിയെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് മാതിരി പറഞ്ഞു, ഞാൻ എത്രയൊക്കെ എതിർത്തിട്ടും അത് വകവെക്കാതെയാണ് അദ്ദേഹം എന്നെ പ്രാപിച്ചത്. ഇത് ദൈവഗതിയാണ്. നമുക്ക് എങ്ങനെ തടയാൻ കഴിയും? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ചുമതലയുണ്ട്. അതിന് എന്നേക്കാൾ കൂടുതൽ കഴിവുള്ളത് ജ്യേഷ്ഠത്തിക്കാണ്. ആകയാൽ അത് ചെയ്യുക. അദ്ദേഹത്തെ അനുഗമിക്കാൻ എന്നെ അനുവദിക്കുക. മാതിരി പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി അദ്ദേഹത്തോടൊപ്പം പരലോകം പോകി. ശതശൃംഗത്തിലുണ്ടായിരുന്ന മുനിവരന്മാരെല്ലാം പാണ്ഡുവിൻ്റെ ദേഹവിയോഗത്തിൽ അതിയായി ദുഃഖിച്ചു. കുന്തിയെയും മക്കളെയും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായി അവർ കരുതി. പാണ്ഡുവിൻ്റെ ജഡം സംസ്കരിച്ചു. ചിതാഭസ്മം ഒരു പേടകത്തിലാക്കി കുന്തിയെയും പുത്രന്മാരെയും കൂട്ടി മുനിമാർ ഹസ്തിനപുരത്തിലെത്തി. ധൃതരാഷ്ട്രരും ഭീഷ്മരും വിദുരരും മറ്റും ചേർന്ന് മുനിമാരെ ആദരവോടെ സ്വീകരിച്ചു. അവർ പാണ്ഡുവിൻ്റെ ചർമ്മവൃത്താന്തവും മാതിരിയുടെ അഗ്നിപ്രവേശവും മറ്റും എല്ലാവരെയും വിവരിച്ചു കേൾപ്പിച്ചു. ഭൗതികാവശിഷ്ടവും പാണ്ഡുപുത്രന്മാരെയും ധൃതരാഷ്ട്രരെ ഏൽപ്പിച്ചിട്ടാണ് മുനിമാർ പോയത്. രാജോചിതമായ ആഡംബരങ്ങളോടും ചടങ്ങുകളോടും കൂടി ഭൗതികാവശിഷ്ടം ഗംഗാതീരത്തുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു. പിന്നീട് ഉദകക്രിയകളും നടത്തി. കർമ്മങ്ങളെല്ലാം നടത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ കരഞ്ഞു കരഞ്ഞു വീങ്ങിയിരുന്നു. ജ്ഞാനികളായ ഭീഷ്മനും വിതുരൻ പോലും ദുഃഖം തയ്ക്കാൻ കഴിയാതെ കടിച്ചമർത്തുകയായിരുന്നു. അംബാലിക അയ്യോ പൊന്നുമകനെ എന്ന് വിളിച്ചു വാവിട്ട് വീണു. സത്യവതി കിടന്ന കിടപ്പിൽ തളർന്നു കിടന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വളരെയേറെ ദുഃഖിച്ചു. പുലയാചരണം 12 ദിവസം നീണ്ടുവന്നു. ആ ദിനങ്ങളിൽ പാണ്ഡവരും ബന്ധുക്കളും നിലത്തു കിടന്നു. പാണ്ഡവന്മാരോടുള്ള സഹതാപത്താൽ നാട്ടുകാരും അക്കാലങ്ങളിൽ നിലത്തു കിടന്നുറങ്ങി. പാണ്ഡുവിൻ്റെ മരണം അത്രത്തോളം ആഘാതമാണ് ഹസ്തിനപുരിയിൽ ഉണ്ടാക്കിയത്. നാട്ടുകാർ സ്വന്തം ബന്ധു മരിച്ചാൽ എന്ന പോലെ അനുശോചിച്ചു. പാണ്ഡുവിൻ്റെ മരണവാർത്തയറിഞ്ഞ് വേദവ്യാസൻ ഹസ്തിനപുരിയിലെത്തി. അദ്ദേഹം അമ്മയെ കണ്ടു. സത്യവതി അപ്പോഴും ദുഃഖത്തിലാണ്ട് കിടക്കുകയായിരുന്നു. വ്യാസൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, കാലത്തിൻ്റെ ഗതി മാറി വരികയാണ്. ധർമ്മക്രിയാചാരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗുരുക്കളുടെ ദുർനീതി വർദ്ധിച്ച് ഊഴി നശിക്കും. അമ്മ അതൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. വനത്തിൽ പോയി തപസ് ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത്. സത്യവതി അതിന് സമ്മതിച്ചു. അംബികയും അംബാലികയും അമ്മയെ അനുകൂലിച്ചു. അവർ മൂവരും കാട്ടിലേക്ക് പുറപ്പെട്ടു. ആ ദേവിമാർ ഘോരമായ തപസ് ചെയ്ത് ദേഹത്യാഗം ചെയ്യുകയും മോക്ഷം നേടുകയും ചെയ്തു. ഇനി ഹസ്തിനപുരവാസം എന്ന ഭാഗം അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.